നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ സംസ്ഥാനത്തും രാജ്യത്തും ഇന്നലെ ഏറെ ശ്രദ്ധയോടെ കണ്ടുവന്ന കാഴ്ച ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമെന്ന് വിശേഷിപ്പിക്കുന്നതാണ്. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അവകാശങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ രാഷ്ട്രീയ ഏജൻസിയായി ഒരു സംഘപരിവാർ പ്രസ്ഥാനമായി തെലങ്കാന പോലെ ED ഉപയോഗിച്ച് ഈ കേരളത്തിന്റെ ജനകീയ നേതാവായ സഖാവ് പിണറായി വിജയനു നേരെ വേട്ടക്കിറങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ആ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ഈ കേരളത്തിന്റെ വിവിധ തെരുവുകളിലും പരിശോധന നടന്ന സ്ഥലങ്ങളിലും ഒരാഹ്വാനവുമില്ലാതെ ഒഴുകിയിറങ്ങിയ ജനതയെ നമ്മൾ കണ്ടു. വൈകുന്നേരമായപ്പോഴേക്കും തമിഴകത്തിന്റെ സ്റ്റാലിനും തേജസ്വി യാദവും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ജനാധിപത്യ വേട്ടയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധവും സഖാവ് പിണറായിക്കുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നതും നമ്മൾ കണ്ടു. ഈ രാജ അങ്ങനെ ഒട്ടേറെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപ്പുറത്ത് പോലും ഇതിനുള്ള പിന്തുണ വർദ്ധിച്ചു. ഡൽഹിയിൽ ശ്രീലങ്കയിലെ പാർട്ടി, ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിനപ്പുറത്തുള്ള പ്രതികരണമാണ്. രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ പ്രിയങ്കരനായ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഉൾപ്പെടെ അറസ്റ്റ് വരിച്ചു. ശക്തമായ പ്രതിഷേധം ഇന്നലെ രാത്രിയിലും തുടർന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിലേറെയും ആഹ്വാനമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി വന്ന ജനതയായിരുന്നു എന്ന് കാണുന്നു. അത് ആ ജനക്കൂട്ടം നരേന്ദ്രമോദിയോടും അതോടൊപ്പം തന്നെ മോദിക്ക് കുടപിടിക്കുന്ന VD സതീശനോടും ഒരൊറ്റ കാര്യമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്: വേട്ടയാടാൻ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിട്ടുതരില്ല, അതിന്റെ നേതാക്കളെ വിട്ടുതരില്ല, അതിന്റെ നേതാവ് സഖാവ് പിണറായി വിജയനെ വിട്ടുതരില്ല എന്ന